ഇടുക്കി മൂന്നാറിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയ റോഡ് തകർന്നതിൽ പ്രതിഷേധം. മൂന്നാർ ന്യൂ നഗറിലേക്ക് പോകുന്ന റോഡിൽ തറയോട് പാകി നിർമ്മാണം നടത്തിയ ഭാഗം 1 മാസം പിന്നിട്ടതോടെ തകർന്നുവെന്നാണ് ആക്ഷേപം. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു നിർമ്മാണ ജോലികൾ നടത്തിയത്. റോഡ് തകർന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നാളെ റോഡ് ഉപരോധം സംഘടിപ്പിക്കും. മൂന്നാർ ന്യൂ നഗറിലേക്ക് പോകുന്ന റോഡിൽ ഇക്കാം നഗറിനും MG നഗറിനും സമീപമായിരുന്നു അറ്റകുറ്റപ്പണികൾ നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച തുക ചിലവഴിച്ചായിരുന്നു നിർമ്മാണ ജോലികൾ നടത്തിയത്. എന്നാൽ റോഡിൽ തറയോടുപാകി നിർമ്മാണം നടത്തിയ ഭാഗം 1 മാസം പിന്നിട്ടതോടെ തകർന്നുവെന്നാണ് ആക്ഷേപം. റോഡിൽ പതിച്ച തറയോടുകൾ ഇളകിക്കഴിഞ്ഞു. റോഡ് തകർന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നാളെ റോഡ് ഉപരോധം സംഘടിപ്പിക്കും. ജില്ലാ പഞ്ചായത്തിലിருந்து ഇന്റർലോക്ക് സംവിധാനം ജില്ലാ പഞ്ചായത്ത് செஞ்சது. ജില്ലാ പഞ്ചായത്ത് செஞ்சுட்டு ഇപ്പോൾ 1 മാസം കൂടി ആകല. എല്ലാ ஆட்டோ டிரைவர்மாரும் காலனியில் இருக்கக்கூடிய ஆட்டோ டிரைவர்மாரும் வண்டி ஒதுக்கி போட்டாக்கும் இந்த வேலை செஞ்சது. வேலை செஞ்சுட்டு 1 மாதம் கூடி ஆகலை. இன்டர்லாக் எல்லாம் இன்றைக்கி பறிஞ்சு கிடக்கக்கூடிய சூழ்நிலை வருது. அப்போ லட்சக்கணக்கிന് ரூபா முடக்கிட்டு இந்த ரோடு இப்படி கிடக்கும்போது இதுக்கு எதிராக காங்கிரஸ் கட்சியுடைய தலைமையில் 10ஆம் வார்டு காங்கிரஸ் கட்சியும் 9ஆம் വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ தலைமையில் നാളേക്ക് ഇങ്ങനെ റോഡ് മറിയൽ പോരാട്ടം ഉണ്ടാവും. ദിവസവും നിരവധി ആളുകൾ ആശ്രയിക്കുന്ന റോഡാണ് മൂന്നാർ ന്യൂ നഗറിലേക്കുള്ള റോഡ്. റോഡിൽ പാകിയ തറയോട് കൂടുതൽ ഇളകിയാൽ ഇരുചക്ര വാഹനങ്ങളും മറ്റും അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. റോഡിന്റെ നിർമ്മാണം വേണ്ടവിധം നടത്താത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും റോഡിലെ തറയോട് വീണ്ടും ഉറപ്പിക്കണമെന്നും ആവശ്യമുയരുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.